മണിപ്പൂർ സീരിയലിന്റെ നാളത്തെ പ്രൊമോ വിശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ചന്ദ്രമതിയുടെ അടുത്ത് വിമലയും അതുപോലെ തന്നെ ആദ്യവും അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും പുറത്താക്കുക, ആരും വീട്ടിലില്ലാതാവുന്ന സമയത്ത് അവർ തന്നെ ഇറങ്ങിപ്പോയിക്കോളും. ഇനി അവരിറങ്ങി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം. അതിന് ആന്റി അങ്കിളിനെയും കൂട്ടിയിട്ട് എത്രയും വേഗം തന്നെ ഇവിടുന്ന് ദൂരെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് വരണം എന്ന് പറയാണേ. ആദ്യം ശ്രുതി പറയുന്ന സമയത്ത് ഞാൻ എന്തിനാ അങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ശ്രുതി പറഞ്ഞ കാര്യത്തിന് ഓക്കെ പറയാണ്. പക്ഷെ ചന്ദ്രമതി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, തിരികെ ഞാൻ വരുന്ന സമയത്ത് അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന്. ശരി ആന്റി എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രൻ നേരെ ചെന്നിട്ട് രവിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാണേ. രവിയേട്ടൻ പെട്ടെന്ന് തന്നെ റെഡിയാവ്, നമുക്ക് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ പോകണം എന്നുള്ള കാര്യം പറയാണേ. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ നീ പോയിട്ട് വാ, നിനക്ക് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇനി കൂട്ടിന് ആളും കൂടി വേണോ? ദൂരെയുള്ള ഒരു അമ്പലത്തിന്റെ പേരാണ് പറയുന്നത്. നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ അതെന്തിനാ അത്രയും ദൂരം പോകുന്നത്? ദൂരെയുള്ള ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാന് വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു, അത് നടത്താൻ വേണ്ടിയിട്ടായെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവി ഒഴിഞ്ഞു മാറുവാണല്ലോ. എങ്ങനെയും രവിയെ അവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്ര പുതിയൊരു നമ്പർ ഇറക്കുവാണേ. നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ വഴിപാട് നിറവേറ്റ എന്നുള്ള കാര്യമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. നീ എന്തിനാ ചന്ദ്ര എന്റെ അടുത്ത് ചോദിക്കാതെ ഇങ്ങനത്തെ വഴിപാടുകളൊക്കെ നേരുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട് തിരിച്ച്. അല്ലെങ്കിലും ഭാര്യമാർക്ക് ഇപ്പൊതൊരു ശീലമായിട്ടുണ്ട്, ഭർത്താക്കന്മാരെ വിളിച്ചാൽ ഉടനെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വഴിപാട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോകും. നിങ്ങൾ എന്താണ് ആ സച്ചിയെ പോലെ തന്നെ സംസാരിക്കുന്നത്? നമ്മുടെ മകന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഓരോരോ വഴിപാടൊക്കെ നേരുന്നത്? നമ്മുടെ മകന്റെ ജീവിതം നന്നാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ സുധിയുടെ കാര്യമായതുകൊണ്ടല്ലേ, സച്ചിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കേട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ചാടിക്കയറി വരുമായിരുന്നല്ലോ. അപ്പോഴേക്കും രവിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ശരി ശരി, ഇനിയിപ്പോ നീ കൂടുതൽ പറഞ്ഞ് വഷളാക്കണ്ട, എന്തായാലും അമ്പലത്തിലേക്കല്ലേ പോണ്ടത്, ഞാൻ വരാം റെഡി ആയിട്ടെന്ന് പറഞ്ഞിട്ട് പോവാണേ. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രുതി പുറകെ തന്നെ ഉണ്ടായിരുന്നു. രവി അങ്ങ് മാറുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അരികിലേക്ക് ഓടി ചെന്നിട്ട് സൂപ്പറാണ് ആന്റി എന്നുള്ള കാര്യം പറയണേ. ഞാനും പോയി റെഡി ആയിട്ട് പോകാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വേഗം തന്നെ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ടേ. ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി റെഡി ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് ഇന്ന് ട്രിപ്പൊന്നും ആയില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇതാച്ചാ ഒരു ട്രിപ്പ് ഉണ്ട്, ഞാൻ നിനക്ക് ഒരു ലോങ് ട്രിപ്പ് തരാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിചാരിച്ചതാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ പോവാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അമ്പലത്തിലേക്കോ? അതെ, സുധിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തോ നേർന്നിട്ടുണ്ട്, അത് നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഓ, ഇവിടത്തെ അടുത്തുള്ള ദൈവങ്ങൾക്കൊന്നും സുധിയെ രക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായത് കൊണ്ട് ഇപ്പൊ ദൂരത്തെ അമ്പലത്തിലുള്ള ദൈവങ്ങളെ പിടിക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഇവൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എടാ സച്ചി, നീ ചുമ്മാ ഇരിക്കേ. സുധി കട ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവൾ എന്തോ നേർന്നതാണ്. എന്തായാലും അത് ഞങ്ങൾ പോയിട്ടൊന്ന് ചെയ്തിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയുകയാണെ. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട, ഇവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് സമാധാനത്തിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ബസ്സിൽ പോവാം എന്ന് പറയണേ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ചി നീ ട്രിപ്പിന് പോകാനുള്ള കാര്യങ്ങൾ നോക്ക്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണേ. രവി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ചന്ദ്രയുടെ ഭാവമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പെശക് പോലെ നമ്മുടെ സച്ചിക്ക് തോന്നുന്നുണ്ട്. അല്ല പൗഡർ എടുത്തി, നീയും പോകുന്നുണ്ടോ അമ്പലത്തിലേക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, ഞാന് പാർലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. നീ എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണേ. പക്ഷേ സച്ചിക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ടേ. ഇനിയിപ്പോ ആ വീട്ടില് സച്ചി മാത്രമേ ഉള്ളൂ, ശ്രീകാന്തും വർഷയും അവിടുന്ന് പോകുന്നുണ്ടേ. സച്ചി മാത്രല്ലേ പോകാനുള്ളൂ. സച്ചി റെഡി ആയിട്ട് വരുന്നത് കാണുമ്പോഴേക്കും സമാധാനം, അവൻ പോകാൻ വേണ്ടി ഇറങ്ങാനുള്ള ആശ്വാസത്തിൽ ശ്രുതി നിൽക്കുന്നുണ്ടേ. പോകുന്നതിന് മുമ്പായിട്ട് പോയിട്ട് വരാം എന്നുള്ള കാര്യം ആദ്യം എടുത്ത് പറയുമ്പോൾ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ടേ. ഇല്ലടാ, നാളെ ഡോക്ടർ നിന്റെ കണ്ണിന്റെ കെട്ടൊക്കെ ഊരില്ലേ, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോവാം. എന്നെ ബീച്ചിൽ കൊണ്ടുപോകും എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നിന്നെ നാളെ കൊണ്ടുപോകാട്ടോ. പിന്നെ അമ്മേ, രേവതി പുറത്ത് പോയിരിക്കുകയാണ്, അവൾ ഉടനെ തന്നെ വരും, നിങ്ങൾക്ക് നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ, ഭക്ഷണം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം വീട് പോലെ തന്നെ കരുതിയാൽ മതി, ഞാൻ പോയിട്ട് വേഗം വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നത്. സച്ചി ഇറങ്ങി പോകുന്ന ആ ഒരു ആശ്വാസത്തിലെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ശ്രുതി. പക്ഷേ സച്ചി പടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. സർ, ഞാൻ ഇവിടെ ഇറങ്ങുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അങ്ങനെയാണ് സർ, ശരി സാർ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ പോയ സച്ചി വീണ്ടും തിരികെ ഉള്ളിലേക്ക് തന്നെ കയറി വരുവാണ്. സച്ചി ഉള്ളിലേക്ക് വരുന്നത് കാണുമ്പോഴേക്കും വിമല ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി മോനെ, എന്തെങ്കിലും എടുക്കാൻ വേണ്ടി മറന്നോ എന്നുള്ള കാര്യം. ഏയ് അതല്ല ആന്റി, എന്റെ ട്രിപ്പ് ക്യാൻസലായി എന്ന് പറയാണ്. അയ്യോ, അപ്പോ ഇനി വേറെ ജോലിയൊന്നുമില്ലേ? ഇനി ഏതെങ്കിലും കോള് വരണം. ഒരു കണക്കിന് ട്രിപ്പ് ക്യാൻസലായത് നന്നായി, നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കാലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ, ഞങ്ങളെ കാലം വെച്ചിട്ട് മോം ടെൻഷനാവൊന്നും വേണ്ട, മോം പോയിക്കോ എന്ന് പറയുന്നുണ്ടേ. അതല്ല ആന്റി, എന്തായാലും രേവതി ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാകും. ഇനി ഏതെങ്കിലും ട്രിപ്പ് വരട്ടെ, ഫോൺ വരുന്ന സമയത്ത് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുവാണ്.
എടാ ഇന്ന് അങ്കിളിന് എവിടെയെങ്കിലും പോവണ്ട, നമുക്ക് നീ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോയാലോ, അങ്ങനെയാണെങ്കിൽ സിനിമ കാണാൻ പോയാലോ എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുമ്പോൾ എടാ നീ എങ്ങനെയാടാ കാണാൻ, നിന്റെ കണ്ണ് കെട്ടിവെച്ചിരിക്കല്ലേ? അല്ല ഞാൻ കാതിലൂടെ കേട്ടോളാം. ഞാനേ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് ടി വിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെവിയിലൂടെ കേട്ടിട്ടാണ് ഹോംവർക്ക് ചെയ്യാറെന്നൊക്കെ സച്ചിയുടെ അടുത്ത് പറയുമ്പോഴേക്കും എന്തായാലും കെട്ടഴിച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് സിനിമ കാണാം. ഇപ്പോ നിനക്ക് അങ്കിൾ ഏതെങ്കിലും പാട്ടിട്ട് തരാം കേൾക്കാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അതേസമയം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇനിയിപ്പോ സച്ചി എങ്ങനെയാണ് ഇവിടുന്ന് ഒഴിവാക്കുക? അവനാണെങ്കിൽ ഇവിടെ ചില പോലെ വന്ന് ഇരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ വേറൊരു പുതിയ ഐഡിയയും കൂടി വരുന്നുണ്ട്. നേരെ വിളിക്കുവാണ് മീരയുടെ ഫോണിലേക്ക്. വിളിച്ചിട്ട് മീരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേവതി അവിടെ എത്തിയോ എന്നുള്ള കാര്യം. രേവതി മീര വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാണല്ലോ. ഇല്ല, അവള് വന്നോണ്ടിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുകയാണെ മീര. എന്താ നിന്റെ അമ്മ അവിടുന്ന് പറഞ്ഞു വിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലടി, ഈ സച്ചി ഇവിടെ തന്നെ ഇരിക്കുവാണ്. അവന്റെ ട്രിപ്പ് ക്യാൻസൽ ആയെന്നും പറഞ്ഞിട്ട് അവൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അവന്റെ ഇരിപ്പ് കണ്ടിട്ട് ഇനി അവൻ പോകുന്ന ലക്ഷണം ഇല്ലടി. ഇപ്പോ അവൻ എങ്ങനെ പുറത്താക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സംശയം വരും എന്നൊക്കെ പറയുമ്പോഴേക്കും ശരിയടി, എന്തായാലും ഞാനൊരു ഐഡിയ പറയാം അവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവന്റെ കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി പറയാം. ആ ഐഡിയ കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് സൂപ്പർ എടി, നല്ല ഐഡിയ ആണ്, ഉടനെ തന്നെ നീ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. സച്ചിയാണെന്നുണ്ടെങ്കിൽ ആദ്യക്ക് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഫോൺ വരുന്നുണ്ടോ സച്ചിയുടെ ഫോണിലേക്ക്. അത് കാണുമ്പോഴേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ട്രിപ്പോ എവിടേക്കാണ്? ലോങ് ട്രിപ്പ് ആണല്ലോ. എനിക്കിവിടെ ചെറിയൊരു ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട, മോൻ പൊക്കോ എന്ന് പറയണേ. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിമലയുടെ അടുത്ത് സച്ചി അമ്മ ഒന്നും വിചാരിക്കരുത്, ഇവിടെ അടുത്തുനിന്നാണ് വിളിച്ചത്, വലിയ ട്രിപ്പാണ്. അയ്യോ മോനെ ഒന്നും വിചാരിക്കില്ല, ജോലിയല്ലേ പ്രധാനം, മോൻ അത് നോക്കിക്കോ, ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയാണേ. അതിനിടയ്ക്ക് ആദ്യം പറയുന്നുണ്ട് അയ്യോ അങ്കിൾ എന്റെ പാട്ട് എന്ന്. എടാ അങ്കിളിന് ജോലി വന്നിട്ടുണ്ട്, നിനക്ക് ഉറക്കം വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞ്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഓക്കെ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, രേവതി ഉടനെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടുന്ന് പോകുന്നത്. അങ്ങനെ സച്ചി പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി തന്നെയാണ് ആദ്യം കൊണ്ടുപോയിട്ട് ഉറക്കുന്നത്. ഉറങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നേരെ വിമലയുടെ അരികിലേക്ക് ചെല്ലുവാണ്. വിമല ഹാളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അതും ദേഷ്യത്തോട് കൂടിയിട്ടാണ് ചെല്ലുന്നത്. അമ്മയ്ക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? അമ്മ എന്ത് പണിയാ ചെയ്തിരിക്കുന്നത്? ഞാനിവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? നീ എന്തിനാ കല്യാണി ഇപ്പൊ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വിമല ചോദിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മ ഇങ്ങനെ എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് എന്നെ തീർത്ത് കളഞ്ഞേക്ക്. നീ എന്തൊക്കെയാ കല്യാണി ഈ പറയുന്നത്? നിന്റെ അടുത്ത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി അമ്മയുടെ അടുത്ത് ഞാന് അമ്മയുടെ അടുത്ത് എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താടി നീ നിൽക്കുന്ന ഈ ഇടത്തേക്ക് എനിക്ക് വരാൻ വലിയ കൊതിയാണെന്നാണ് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? സച്ചിൻ ദീപതയും എൻ്റെ അടുത്ത് കട്ടായപ്പെടുത്തി കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ചുമ്മാ ഓരോ കാരണങ്ങളൊന്നും പറയണ്ട, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു. അമ്മയെ പുറത്താരെങ്കിലും കാണോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഭയന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നു. ഒരു തവണ എന്റെ ജീവിതം തകർത്തത് പോരെ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് വിമലയുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴേക്കും വിമല നിർത്തടി, നീ നിന്റെ ഇഷ്ടത്തിന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു തവണ ഞാൻ അറിയാതെ നിന്റെ ജീവിതം തകർത്തു, ഇനിയും എത്ര വർഷത്തേക്ക് നീ അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും? ഞാനാണോ നിന്റെ ജീവിതം തകർക്കുന്നത്? എനിക്ക് അമ്മ എന്ന് പറയുന്ന ഒരുത്തി ഇല്ല എന്നും ഞാൻ മരിച്ചുപോയി എന്നുള്ള കാര്യമൊക്കെ നീ എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ലേ? അതൊക്കെ സഹിച്ചിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? ഇതിൽ കൂടുതൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിമല ചോദിക്കുമ്പോഴേക്കും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്നെ ഫോൺ ചെയ്തുകൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സച്ചിൻ രേവതിയും കേട്ടില്ലായിരുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് സംശയം തോന്നണ്ട എന്ന് കരുതിയിട്ടാണ് അവരുടെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം അമ്മ എന്തിനാ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൂട്ടി വന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നീ കണ്ടതല്ലേ ആദിയുടെ അവസ്ഥ? അവന്റെ കണ്ണിന്ന് എന്തോരം രക്തം പോയി എന്നുള്ള കാര്യം നിനക്കറിയോ? അവനെ ഉടനെ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ കൊണ്ടുവരണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കണമായിരുന്നോ അതോ നിന്നെ കുറിച്ച് ചിന്തിക്കണമായിരുന്നോ? അപ്പോഴും നിന്നെ ഒരിക്കലും ശല്യം ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ അവനെ തിരികെ കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നാളെ നീ ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിക്കില്ലേ എന്താ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയാണ്ടിരുന്നത് എന്നുള്ള കാര്യം? അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്. ആ സമയത്ത് സച്ചിൻ രേവതി അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കെന്താ മുന്നേ അറിവെന്തെങ്കിലും കിട്ടിയായിരുന്നോ? എന്നാ നീ പറയുന്നു നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. നിന്റെ ജീവിതം തകരുതെന്ന് വിചാരിച്ചിട്ടാണ് നീ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. എനിക്ക് എപ്പോഴാ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് ഞാൻ ജീവിക്കുന്നത്. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എൻ്റെ പേരക്കുട്ടിയെ നോക്കുന്നുണ്ട്. ഞാനും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദിയുടെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഓരോ ദിവസം ഞാൻ ഉരുകിയിട്ടാണ് ജീവിക്കുന്നത്. അമ്മേ അവര് ഞാനില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താടി അവന്റെ കൂടെയാണോ ഉള്ളത്? നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വല്ല അനാഥാലയത്തിൽ ഇടുമെന്നുള്ള ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിമല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇപ്പോഴും നീ എല്ലാവരിൽ നിന്ന് മറച്ചു
വെച്ചിരിക്കുകയാണ്. നീ പ്രസവിച്ച കുഞ്ഞല്ലേ അവൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അമ്മേ, ഞാൻ 10 മാസം ചുമന്നു പെറ്റ പയ്യൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അമ്മയ്ക്ക് ഇപ്പൊ എന്റെ അവസ്ഥ അറിയില്ലേ? അമ്മയ്ക്ക് അറിയില്ല ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ടിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാ അതിന്നൊക്കെ പോന്ന് ഞാൻ സ്വന്തമായിട്ട് ഒന്ന് ഉയർന്ന് ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുവാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതവും കിട്ടി. പക്ഷെ അതിലും ഞാൻ ഓരോ ദിവസം എന്തോരം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഓരോ നിമിഷവും ഞാൻ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കല്യാണമായിട്ട് നിനക്ക് 1 വർഷത്തിന് മേളിലാവാനായില്ലേ ശ്രുതി? ഇനിയും നീ എത്ര നാളാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക? അറിയില്ല അമ്മേ, ഇപ്പോഴാണ് ഞാനും ശ്രുതിയും പടിപടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഉടനെ വിമല പറയുന്നുണ്ട്, നീ ഇപ്പോഴും നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നീ എന്താ ആദ്യയെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഞാൻ ഇത്രയൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് അവനും കൂടി വേണ്ടിയിട്ടല്ലേ അമ്മേ? ഞാൻ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമല്ലേ എനിക്ക് അവനെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ശ്രുതിയും അവന് നല്ലൊരു അച്ഛനായിട്ട് ഇരിക്കും. അതിനൊക്കെ എനിക്ക് കുറച്ച് ടൈം വേണം അമ്മേ. ഒരുപാട് സമയമില്ല കല്യാണി നമുക്ക് മുമ്പില്. ആദ്യം ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നീ ഒരിക്കലും ആദ്യം കൈവിടരുത്. അവൻ നിന്റെ മകനാന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ അതൊരിക്കലും എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. എനിക്കും അവനോട് സ്നേഹമില്ലേ? ആദി ഞാൻ പ്രസവിച്ച കുട്ടിയാന്നുള്ള കാര്യം പറയണേ. അപ്പോഴാണ് ആദി ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് ഹാളിലേക്ക് വരുന്നത്. അവന് ആക്സിഡന്റ് ആയി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ എന്തോരം വിഷമിച്ചു എന്നുള്ള കാര്യം അറിയോ? രാത്രി ഞാനൊന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. അമ്മ കുറച്ച് അവനെ നന്നായിട്ട് നോക്കിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ മകനെ ഇനി നീ തന്നെ നോക്കിക്കോ എന്ന് വിമല പറയാണേ. അപ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവൻ ആ കാര്യങ്ങളെല്ലാം കേട്ടോ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണേ. ആദി മോനെ എന്ന് പറഞ്ഞിട്ട് വേഗം അരികിലേക്ക് ചെല്ലുന്നുണ്ടേ. നിനക്ക് വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന മട്ടില് ആദ്യം മൂളിയിട്ട് നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ആന്റിയാണോ എന്റെ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതുപോലെ ഞങ്ങൾ ഇവിടെ വേറെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു എന്നൊക്കെ വിമല പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം അതൊന്നും കേൾക്കുന്നില്ലേ. അമ്മ എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കാനേ. കണ്ണൊക്കെ കെട്ടിയിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ശ്രുതി അവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം ആദ്യക്ക് അറിയില്ല. അമ്മ എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതിക്ക് അരികിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ടോ ആദി. അപ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട്. ആന്റി നിങ്ങളാണോ എൻ്റെ അമ്മ എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആദി തട്ടി വീഴുമ്പോഴേക്കും ആദി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ചെമ്പനിപ്പൂവിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഡെയിലി കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്